ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എല്ലാവരും എന്നെ നോക്കിക്കേ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ജീവിതത്തിലെ ശുദ്ധീകരണമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശുദ്ധീകരണത്തിൻ്റെ ദൂതുകൾ പറയാറുണ്ട്. ഈ ശുദ്ധീകരണത്തിൻ്റെ സന്ദേശം ആർക്കും വളരെ സന്തോഷമൊന്നും തരുന്ന ഒരു ദൂതല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും നന്മകൾ തരുമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുമെന്നും ഒക്കെ പറയുന്ന സന്ദേശമാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. എന്നാൽ ഈ വായിച്ച വാക്യത്തിനകത്തു നിന്ന് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾക്ക് ധാരാളം ഇഷ്ടങ്ങൾ കാണും, നിങ്ങൾക്ക് ധാരാളം താല്പര്യങ്ങൾ കാണും. നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഒരു ആരാധനയ്ക്ക് വരുമ്പോഴും നിങ്ങൾക്ക് പല ഇഷ്ടങ്ങൾ കാണും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഈ തെസ്സലോനിക്ക സഭ നമ്മുടെ സാവകാശം പഠിച്ച വീട്ടിൽ ചെന്നൊന്ന് വായിച്ചാൽ നല്ലത്. 5 അധ്യായമേ ആദ്യത്തെ ലേഖനത്തിൽ. വളരെ പ്രശംസിക്കത്തക്ക തരത്തിലുള്ള ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെ ഒന്ന് എളുപ്പം വായിച്ച്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക്. അപ്പോ നിങ്ങളെ ഓർക്കത്തക്കവണ്ണം ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെയുണ്ട്. തെസ്സലോനിക്ക സഭയോട് പറയുകയാണ് പൗലോസ് ലേഖനകർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, നിങ്ങളെ ഓർക്കാനുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം പൗലോസ് പറയുന്നത്, തെസ്സലോനിക്ക സഭ ക്രിസ്തുവിനും ഞങ്ങൾക്കും നിങ്ങൾ നല്ല അനുകാരികളാണ്. അതിൻ്റെതായ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ശ്രദ്ധിക്കണമേ, എല്ലാ നന്മയും ഉണ്ടായിട്ടല്ല, വിചാരിച്ചതൊക്കെ കിട്ടിയത് കൊണ്ടല്ല, ഒരു കുറവുമില്ലാതിരുന്നിട്ടല്ല. എന്തോന്ന് കഷ്ടമാണ് അവർ അനുഭവിച്ചത്? ബഹുകഷ്ടം എന്ന് പറഞ്ഞാൽ ലഘു കഷ്ടമാണോ? സ്തോത്രം. ബഹുകഷ്ടം, വലിയ കഷ്ടം. സ്തോത്രം. എണ്ണത്തിൽ അധികം കഷ്ടം, ബഹുകഷ്ടം അനുഭവിച്ചിട്ടും പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിടാതെ ഹല്ലേലൂയ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനും നിങ്ങൾ നടത്തുന്ന ഞങ്ങൾക്ക് നല്ല അനുകാരികളായിത്തീർന്നു. ചാലക്കുടി സഭയോട് ഞാനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെയോ ആഗ്രഹം അതാണ്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കടന്നു വന്നു. ഒരു സൊസൈറ്റി പോലെ നമ്മൾ ഞായറാഴ്ച കൂടി വന്ന് കൈയടിച്ച് പാട്ടും പാടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടത്തിയെടുത്ത് ഇവിടം കൊണ്ട് ഇത് അവസാനിക്കരുത്. സ്തോത്രം. ക്രിസ്തുവിനെയും നമുക്ക് മുമ്പ് പോയ വിശുദ്ധന്മാരെയും അനുകരിച്ച് അവരെത്തിയ ഇടത്ത് നമുക്ക് എത്തണം. ആ പ്രത്യാശയിൽ ഇവിടെ ഇരിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്കിവിടെ ഒന്നും വേണ്ടതല്ല, നമുക്കെല്ലാം വേണം. നമ്മൾ മനുഷ്യരാണ്, ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ശരീരത്തിന് സുഖം വേണം, ആരോഗ്യം വേണം, പാർക്കാൻ വീട് വേണം, കുടുംബം വേണം, വരുമാനം വേണം, നന്മ വേണം, ജോലി വേണം, ഇതൊക്കെ വേണം. പക്ഷേ ഇതെല്ലാം കിട്ടുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്താൽ ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ചിലത് കിട്ടാതെ വന്നാലും നമ്മുടെ എല്ലാം കൂടെ ചേർന്നുള്ള പ്രതീക്ഷയല്ല, പ്രത്യാശ ദൈവരാജ്യമായിരിക്കട്ടെ. ആ പ്രത്യാശയിലിരിക്കുന്നവര് കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാമോ? പോരാ, 2 കരവും പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിലുള്ള ആ പ്രത്യാശ വർദ്ധിക്കട്ടെ. സ്തോത്രം. പിന്നെയും പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ, നിങ്ങൾ എല്ലാവർക്കും വിശേഷിയ
മക്കെദോന്യയിലും അഖായയിലുമുള്ള വിശ്വാസികൾക്കും നിങ്ങൾ മാതൃകയുള്ളവരാണ്. സ്തോത്രം. 1-ാം അധ്യായം 7 വാക്യങ്ങൾ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ മഖദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങൾ എന്നിട്ട് നോക്കി, നിങ്ങൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച എല്ലാവർക്കും, വിശിഷ്യ മക്കെദോന്യയിലും അഖായയിലുമുള്ള ദൈവമക്കൾക്ക്, മറ്റുള്ളവർക്ക്, പുതുതായി വരുന്നവർക്ക് നിങ്ങൾ ആരായിത്തീർന്നു? എത്ര പേർക്ക് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് മനസാക്ഷിയിൽ, ഞാൻ മുമ്പോട്ട് വരുന്നവർക്കും വന്നവർക്കും ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ്, യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ്, ദൈവസഭയ്ക്കൊരു മാതൃകയാണ്. പോരാ, ജാതികളായവർക്കും ഞാനൊരു മാതൃകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. ആ ബോധ്യം ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. ദൈവത്തിനും, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയ്ക്കും സ്തോത്രം, വിശ്വസിച്ച് വന്നവർക്കും വരാനുള്ളവർക്കും, വന്നവരെ നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. സകല കാര്യങ്ങളിലും മാതൃക വേണം. ആത്മീയ ജീവിതത്തിലും ശാരീരികമായ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങളായിരിക്കുന്നത്, അവിടെയൊക്കെ നിങ്ങൾ ആരാണ് എന്നുള്ളത് പറഞ്ഞിട്ടല്ല, കാണുന്നവരും നിങ്ങളോട് സഹകരിക്കുന്നവരും അത് പറയട്ടെ. സ്തോത്രം. നമുക്ക് മറ്റുള്ള ഇടത്ത് സാക്ഷ്യം പറയാൻ നല്ലതാണ്, പറയണം കേട്ടോ. പക്ഷേ പറയുന്ന സാക്ഷികളായിട്ടല്ല, സാക്ഷ്യമുള്ള സാക്ഷികളായി നിൽക്കട്ടെ. ഒന്നും കൂടെ അപ്പുറം ഞാൻ ആവർത്തിക്കുന്നു, പറയുന്ന സാക്ഷികളായിട്ടല്ല, സാക്ഷ്യമുള്ള സാക്ഷികളായിരിക്കട്ടെ. പറയാതെ തന്നെ മറ്റുള്ളവരെ അറിയട്ടെ നീ ആരാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. ഇതൊക്കെ ആ സഭയ്ക്കുണ്ടെങ്കിലും ആ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ സമ്പന്നരാകണ്ട എന്ന് ദൈവം പറയുന്നില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ലോകപ്രകാരം എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ, ദൈവത്തിനൊരു സങ്കടവുമില്ല, അങ്ങനെ ആയിക്കോട്ടെ ദൈവമക്കൾ. പക്ഷേ അതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പലരും വീടുകളിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. അവരെല്ലാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആണ്ടവർ യഥാവധി ചൊന്നാരാ? അതാണ് അവർക്കറിയേണ്ടത്. ഞാൻ പറയും 1 Thessalonians 4:3 അവരെടുത്ത് വായിക്കുന്നതിന് മുമ്പേ ഞാൻ സ്ഥലം കാലിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഏതാണ്? സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടമോ? അപ്പം ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കുന്നു, നമുക്ക് നമ്മുടെ ഇഷ്ടമാണോ നടക്കേണ്ടത്? നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നടക്കേണ്ടത്? ഈ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ സഭയോടാ പറയുന്നത് കേട്ടോ, സഭയോട് നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കുറച്ചല്ല, ഏതാണ്ടല്ല. സ്തോത്രം. മുഴുവനും. അടുത്ത് പിന്നെ എടുത്തു പറയണം, വായിച്ചു. നിങ്ങളുടെ ആത്മാവും പ്രാണനും, ആത്മാവ്, പ്രാണൻ, ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. ഒന്ന് ശ്രദ്ധിച്ചോടെ, ഇപ്പോൾ വായിച്ചത് എന്തിനാണ് ഈ പൂർണ്ണമായി മുഴുവനും നിങ്ങളെ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? കർത്താവിൻ്റെ പ്രത്യക്ഷത വരാൻ പോവുകയാണ്.
കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം, സ്തോത്രം, അന്ന് ആ പ്രത്യക്ഷതയിൽ അനന്യമായി, നിന്ദ്യമില്ലാതെ, മലിനമില്ലാതെ വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതം കാക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സമയപരിധിയോട് ഞാൻ അധികം വിവരിക്കുന്നില്ല. അവിടെ 3 കാര്യം പറഞ്ഞു. നിങ്ങളുടെ ആത്മാവിലെയും പ്രാണന്റെയും ദേഹത്തിൻ്റെയും. എന്താണ് ഈ ആത്മാവിൻ്റെ സ്വതന്ത്രം? വിവരിക്കേണ്ട, വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാനും നേരമില്ല. ഗലാത്യർ 5:16 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. അതാണ് ദൂതം. പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. ഒരു വിശുദ്ധ ജീവിതം തമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവിന് നടത്തിപ്പിന് നമുക്ക് വിധേയപ്പെടാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന് നമ്മെ നടത്താൻ പറ്റുന്നില്ല എങ്കിൽ ആ മേഖലയിൽ അശുദ്ധി ബാധിച്ചിട്ടുണ്ട്. ആ ഭാഗം ശുദ്ധീകരിക്കപ്പെടണം. എവിടൊക്കെ ദൈവാത്മാവിന് നടത്തിപ്പിന് വിധേയപ്പെടാൻ പറ്റിയിട്ടില്ല, ദൈവാത്മാവ് നയിക്കുന്നത് പോലെ നടക്കാതെ ജീവിക്കാതെ അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഇത് ദൈവിക നടത്തിപ്പായിരിക്കുമെന്ന് അനുമാനിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൂത് ശ്രദ്ധിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് ആമേൻ വിധേയപ്പെടാത്തത് അശുദ്ധിയാണ്. ആ മേഖല ശുദ്ധീകരണം പ്രാപിക്കണം. എഫേസ്യർ 4:30 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ, ശബ്ദങ്ങൾ, കേൾവികൾ, നടപ്പുകൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ സന്തോഷിച്ച് കാണും, പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തിയ ആ മേഖലകളെ ഒന്ന് ഉണരാമോ? പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തിയ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച മേഖലകൾ, വിഷയങ്ങൾ ഒന്ന് ഓർക്കാമോ? ആ മേഖലകൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ, ശുദ്ധീകരണം പ്രാപിക്കട്ടെ. പിന്നെ വായിച്ചത് പ്രാണൻ, നമ്മുടേതായ ജഡത്തെ നയിക്കുന്ന ഒരു മേഖലയാണത്. ഗലാത്യർ 5:19 മുതൽ വായിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം, ഇപ്പം നേരമില്ല. സ്തോത്രം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? പാട്ടുപാടുന്ന വാഗുണ്ട്, കൈയടിക്കുന്ന കൈകൊണ്ട്, ആരാധനയ്ക്ക് വരുന്ന കാലുകൊണ്ട്, യേശുവിനെ ധ്യാനിക്കുന്ന ഹൃദയം കൊണ്ട്, യേശുവിനെ കേൾക്കുന്ന ചെവി കൊണ്ട്, ജഡത്തിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇതിനെയൊക്കെ വിട്ടുകൊടുത്തില്ലേ? ജഡീകമായ അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ആ മേഖലകൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ. സ്തോത്രം. പിന്നെ വായിച്ചത് നിങ്ങളുടെ ദേഹം, ഈ ശരീരം. നിങ്ങൾക്കറിയാം, ഈ ശരീരം, ശ്രദ്ധിക്കൂ, നമ്മുടേതല്ല. ഇത് നമ്മുടേതല്ല. 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. തീർന്നില്ല. 6:19-20 നിങ്ങളെ താൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്തിന്? ദൈവത്തിന് നിങ്ങളിൽ നിവാസമാകുവാൻ. ഈ ശരീരം ഒരുവൻ വിലയ്ക്ക് വാങ്ങിയതാണ്. എന്നെ കേൾക്കുന്ന യുവാധികളെ, യുവാക്കളെ, യുവാജീവിതങ്ങളെ, ഈ ശരീരം കൊണ്ട് നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നീ വിട്ടുകൊടുക്കരുതേ. ദൈവാത്മാവിന് വിരോധമായി പ്രവർത്തിക്കുന്ന അഭിലാഷങ്ങൾക്ക് ഈ ശരീരത്തെ നീ കൊടുക്കരുത്. അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കണ്ടെന്നോ, ജോലി ചെയ്യണ്ടെന്നോ, എഴുതണ്ടെന്നോ, കേൾക്കണ്ടെന്നോ, പറയണ്ടെന്നോ അല്ല.
അതൊന്നും തന്നെ വിലയ്ക്ക് വാങ്ങിയവനെ വേദനിപ്പിക്കുന്ന ഒന്നിനും വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്കുള്ളവര് എനിക്ക് പേടിയാ. മക്കളെ എല്ലാവരും ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്കുള്ളവര് രക്ഷിക്കപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണോ? അഭിഷേകം പ്രാപിച്ചതാണോ? വേർപെട്ടു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണോ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളെ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവന് വസിക്കുവാൻ, അവന് നിങ്ങളെ ഉപയോഗിക്കുവാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് റോമർ 12:1 എന്താ വായിക്കുന്നത്? അതൊന്ന് വായിച്ചേ. സഹോദരന്മാരെ, Yes. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പി. ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുവേ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, മുകളിലിരിക്കുന്ന ദൈവമക്കളെ, ഈ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഒരു നിമിഷം എല്ലാവരും നോക്കിക്കേ. ഈ കണ്ണുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നത് വല്ലതും കാണുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും കണ്ണുകൊണ്ട് കാണുകയാണ്, കുഴപ്പമെന്താ? നിന്റെ ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നു, അശുദ്ധമാക്കുന്നു. നിന്റെ ചെവി കേൾക്കുന്നതൊക്കെ നിന്റെ ആത്മീയ ജീവിതത്തെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ? ഇവിടെ ഇരിക്കുന്ന മക്കളെ, സ്നേഹത്തിൽ നിങ്ങളെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓർപ്പിക്കട്ടെ, കേൾക്കുന്നതെല്ലാം പ്രയോജനമുള്ളതല്ല. ചെവിക്കിൻപമുള്ളത് കേൾക്കുമ്പോൾ അത് കേട്ട് ആസ്വദിക്കാൻ മക്കളെ പോകരുത്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾ അറിയാതെ മലിനപ്പെട്ട് സ്തോത്രം എത്തേണ്ടടുത്ത് നിങ്ങളെത്താതെ വന്നേക്കും. എല്ലാവരോടും പറയട്ടെ, കേൾക്കുന്നത് നിൻ്റെ ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നതാണോ ശുദ്ധമാക്കുന്നതാണോ? നിങ്ങളുടെ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ, ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നതാണോ അതോ വിശുദ്ധമാക്കുന്നതാണോ? ബൈബിൾ പറയുന്നു, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ വമ്പ് പറയുന്നു. ഈ ചെറിയ അവയവം ഈ വലിയ ശരീരത്തെ മൊത്തം മലിനമാക്കുന്നതാണ്. ഭയപ്പെടുക, നാവിനെ നിയന്ത്രിക്കുക. ആ മേഖലയിൽ എവിടെയൊക്കെ അശുദ്ധി ഭവിച്ചു, നിങ്ങളുടെ നടപ്പ് വിശുദ്ധമായിരിക്കട്ടെ, നിങ്ങളുടെ ചിന്താഗതി വിശുദ്ധമായിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കട്ടെ. ഇവിടെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, സ്തോത്രം, ഇവിടെ ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയല്ല. പിന്നെയോ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിൽ നിറവേറാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിൽ നിറവേറാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിൽ നിറവേറാൻ ഇന്ന് പകൽക്കാലം ഏതൊക്കെ മേഖലയിൽ എനിക്ക് അശുദ്ധി ഭവിച്ചു, എവിടേക്ക് എനിക്ക് ശുദ്ധീകരണം വേണം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ
നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങളുടെ പാട്ട് ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യടി ഇഷ്ടമാ, നിങ്ങളുടെ അന്യഭാഷ ഇഷ്ടമാ, നിങ്ങളുടെ ആരാധന ഇഷ്ടമാ. ഓക്കേ, അതിനേക്കാൾ ദൈവം പറയുന്നു, മക്കളെ എനിക്കൊരു ഇഷ്ടമുണ്ട്, നിങ്ങളുടെ ശുദ്ധീകരണം.